ഹായ് ഹലോ രാവിലെ തന്നെ കതക് തുറന്നപ്പോൾ നമ്മുടെ കരിമി പൂച്ചയാണെങ്കിൽ അകത്ത് വന്ന് ദിവാനിലോട്ട് കയറി സുഖിച്ച് കിടന്ന് ഉറങ്ങുവാണേ. പിന്നെ ഞാൻ ദോശ ഇടുവാണ് കേട്ടോ. അപ്പോൾ ദോശ ഇന്ന് എനിക്ക് മാത്രം ഉണ്ടാക്കിയാൽ മതി കേട്ടോ. ആദിലാണെങ്കിൽ അതിൻ്റെ മാമിയുടെ വീട്ടിൽ രാവിലെ പോയിരിക്കുകയാണ്, ഇക്ക ജോലിക്കും പോയി. എനിക്കും ഇന്നൊരു സ്ഥലം വരെ പോകാനുണ്ട് കേട്ടോ. അപ്പം ഞാൻ ദോശയൊക്കെ കഴിച്ച് കഴിഞ്ഞ് കുളിച്ച് നനച്ച് ഒരുങ്ങുകയാണ് കേട്ടോ. എവിടെയാണ് പോകുന്നതെന്ന് വെച്ചാൽ എൻ്റെ മാമയുടെ വീട്ടിലോട്ട് പോവുകയാണ് കേട്ടോ. മാമയുടെ മരുമകളുടെ 5-ാം മാസം അറിയിക്കാനായിട്ട് അവളുടെ വീട്ടിലേക്ക് പോകണം. അതും വള്ളക്കടവിലാണ്. അപ്പോൾ അതിൽ നിൽക്കുന്നതും വള്ളക്കടവിലാണ്. രണ്ടും ഒരു മതിലിൻ്റെ വ്യത്യാസത്തിലാണ് കേട്ടോ വീടുകൾ. അപ്പം ഞാനും അങ്ങോട്ട് പോകാനായിട്ട് ഒരുങ്ങി ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഒരുങ്ങുമ്പോൾ എന്നുള്ള പരിപാടി എനിക്ക് കണ്ണാടിയിൽ മുമ്പിൽ അങ്ങനെ ഇടുമ്പോൾ കൊള്ളാമോ, ഇങ്ങനെ ഇടുമ്പോൾ കൊള്ളാമോ, ഇത് കൊള്ളാമോ, അത് കൊള്ളാമോ എന്നൊക്കെ നിങ്ങൾ നോക്കുന്നത്. അങ്ങനെ നോക്കി ഇറങ്ങിയപ്പോഴത്തേക്കും നമ്മുടെ അമ്മക്കുട്ടിയാണെങ്കിൽ പിണങ്ങി നിൽക്കുകയാണ്. ഞാൻ എടുത്താലേ അവൻ വരത്തുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട്. പിന്നെ അവനെ അങ്ങ് പിണക്കാൻ പറ്റുമോ? അങ്ങനെ പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ ഇറങ്ങിയത് അവനെ എടുത്ത് അവിടെ എത്തിയിട്ടുണ്ട്. അവൻ മുക്കോല ജംഗ്ഷൻ കയറിയിട്ടുണ്ട്. ഇനി മാമയുടെ വീട്ടിലോട്ട് തിരിയുന്ന വഴിയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. മാമയുടെ വീട്ടിലാണെങ്കിൽ പെയിൻറ്റിങ് പരിപാടികളൊക്കെ പുരോഗമിക്കുന്നത് കൊണ്ട് തന്നെ സാധനങ്ങളെല്ലാം തട്ടിക്കൂട്ടി ഓരോരോ സ്ഥലത്തോട്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പരിപാടി തീർന്നിട്ടില്ല, നിറച്ച് പണി ഇനിയും ബാക്കിയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു സൈഡിലോട്ട് എല്ലാം കൊണ്ട് വെച്ചിട്ട് അകത്തോട്ട് കയറുന്ന വഴിക്ക് തന്നെ നമ്മുടെ പെൺകുട്ടിക്ക് കൊണ്ടുപോകാനുള്ള 4 ബോക്സിലായിട്ട് 5 ഐറ്റം സാധനങ്ങൾ നിരന്നിരിപ്പുണ്ട് കേട്ടോ. അതിനെയൊക്കെ ഒന്ന് വീഡിയോ എടുത്ത് ഇപ്പുറത്തോട്ടുള്ള ചട്ടിക്കലോ ആർക്കും കൊടുക്കാനുള്ളതല്ല. മാമി പണിയായതുകൊണ്ട് തന്നെ ഓരോ സൈഡിലായിട്ട് ഒതുക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ. ഹാള് മൊത്തം ഇപ്പോൾ പാത്രങ്ങളേ ഉള്ളൂ. അത് കഴിഞ്ഞപ്പോൾ അവിടെ ഒരു പൂച്ച വന്ന് കയറിയതാണെന്ന് പറഞ്ഞു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു അവളെ കാണാൻ. ഞാൻ വിചാരിച്ച് ഗർഭിണിയാണെന്ന്, പക്ഷേ അല്ല കേട്ടോ. അവളുടെ വയറ് നല്ല തിന്ന് അങ്ങനെ ഇരിക്കുന്നതാണ്. അങ്ങനെ ആ പൂച്ചേരോടെ കുറച്ച് നേരം കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് നമ്മൾ വന്ന് അവിടെ ഇരുന്ന്. ഭയങ്കര ചൂടായിരുന്നു കേട്ടോ. അപ്പോൾ പൂച്ച കുറച്ച് ഇതോ അങ്ങോട്ട് പോകുന്നുണ്ട് തുള്ളി. അങ്ങനെ ആ പൂച്ചേരുടെ അടുത്ത് പോയി അമ്മുകുട്ടിയാണെങ്കിൽ കുറേ നേരം കാര്യം പറഞ്ഞ് കളിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സമയം കൊണ്ട് മാമായി എവിടെയൊക്കെ പോയിട്ട് വന്നു. പിന്നെ മാമയുടെ കൂടെ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴത്തേക്കും മാമിയുടെ അനിയത്തി വന്നു, മാമിയുടെ ഉമ്മ വന്നിട്ടുണ്ട്. ഇതാണ് മാമിയുടെ അനിയത്തി ഉമ്മയും കേട്ടോ. പിന്നെ ഇതാണ് നമ്മുടെ പെൺകുട്ടി. ഇവളുടെ ചടങ്ങ് അറിയിക്കാനാണ് നമ്മളീ പോകുന്നത് കേട്ടോ. അങ്ങനെ ഓരോരുത്തരായിട്ട് വന്നു തുടങ്ങി. ആദ്യം ചെന്നത് നമ്മളായിരുന്നു കേട്ടോ. നമ്മളവിടെ പോയപ്പോഴത്തേക്ക് വേറെ ആരും വന്നിട്ടില്ലായിരുന്നേ. അങ്ങനെ പിന്നെ നമുക്ക് പിറകെ ഓരോരുത്തരായിട്ട് വന്നത്. ഈ കുഞ്ഞു പെണ്ണിനെ ഞാൻ ഇങ്ങനെ വീഡിയോ എടുക്കുകയാണ് കേട്ടോ. അവൾ ഇങ്ങനെ നോക്കുകയാണ്, ഈ മാമി എന്നെ എന്താ ഇങ്ങനെ ചെയ്യുന്നതെന്ന് പറഞ്ഞുകൊണ്ട്. ഇവളുടെ മകളാണ് കേട്ടോ ആ കൊച്ച്. പിന്നെ എല്ലാവരും റെഡിയായി കേട്ടോ. റെഡിയായി ഇനി പോകാനുള്ള തിരക്കാണേ. അപ്പോഴത്തേക്കും ഇവളോട് യാത്രയൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഇറങ്ങാൻ പോവുകയാണ്. ഇതാണ് മാമാടെ മോൻ കേട്ടോ. അവന് വീഡിയോ എടുക്കല്ലേ എന്ന് പറഞ്ഞിട്ട് അവൻ തിരിഞ്ഞ് കളഞ്ഞേട്ടോ. ഞാൻ പറഞ്ഞു എന്തായാലും എടുത്തേക്കാന്ന്. അങ്ങനെ എല്ലാവരും റെഡിയായി ഇറങ്ങിയപ്പോഴത്തേക്കാണ് കൊച്ചുമ്മായും മോളും ചെറുമോളും കൂടെ വന്നത് കേട്ടോ. ഇതാണ് എൻ്റെ ഉമ്മയുടെ അനിയത്തിയും മോളും ചെറുമോളും കേട്ടോ. ഇവളെന്തോ പിടിയിട്ടാ പുള്ളിയെ പോലെ ഇതാ മുഖമൊക്കെ പൊത്തി വെച്ച് വരികയാണ് കേട്ടോ. അവളെ കാണിക്കില്ലേ എന്നും പറഞ്ഞും കൊണ്ട്. അങ്ങനെ പിന്നെ ഇതാ കൊച്ചുമ്മായൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. കൊച്ചുമ്മായൊക്കെ കണ്ടിട്ട് കുറച്ച് നാളായി. ഇങ്ങനെയൊക്കെ വരുമ്പോഴാണ് എല്ലാവരും ഒന്ന് കാണാൻ പറ്റുന്നത്. അങ്ങനെ ഭയങ്കര സന്തോഷമായിട്ട് കണ്ടുകൊണ്ടിരുന്നു. ഇവൾ വീഡിയോ എടുക്കണം എഡിറ്റ് ചെയ്യുന്നു പറഞ്ഞുകൊണ്ട് അങ്ങനെ അങ്ങ് നിൽക്കുവാണ് കേട്ടോ. എന്നിട്ട് അവൾ ഇതിനെ ഡിലീറ്റ് ചെയ്യാനൊക്കെ നോക്കി, പക്ഷെ നടന്നില്ല. ഇതാണ് കേട്ടോ നമുക്ക് പോകാനുള്ള വണ്ടി. ഇതിൻ്റെ ഫ്രണ്ട് സീറ്റിൽ തന്നെ നമ്മുടെ കുട്ടി പട്ടാളങ്ങൾ സീറ്റ് പിടിച്ചിട്ടുണ്ട്. അവന്മാർ അവിടെ നിന്ന് മാറി തരത്തേ ഇല്ലെന്ന് പറഞ്ഞു. പിന്നെ ഫ്രണ്ടിലുള്ള ഒരു നല്ല സീറ്റാണെങ്കിൽ നമ്മുടെ പലഹാരപ്പെട്ടിയൊക്കെ ഇരിക്കാനായിട്ടും കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ ഓരോരുത്തരായിട്ട് ഓരോ സീറ്റ് പിടിച്ചിട്ടുണ്ട് കേട്ടോ. വണ്ടി മുമ്പോട്ട് എടുത്തിട്ടുണ്ട്. അങ്ങനെ എല്ലാവരും ആസ്വദിച്ച് യാത്ര ചെയ്യാൻ കേട്ടോ. വണ്ടിയിലാണെങ്കിൽ നല്ല പാട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കേട്ട് ആസ്വദിച്ച് പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ കൊച്ചിൻ്റെ വീടെത്താറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് വീട്. ഈ ആളുകളൊക്കെ നിരന്ന് നിൽക്കുന്നത്. അവിടോട്ട് വണ്ടിയെല്ലാം പാർക്ക് ചെയ്ത് ഓരോരുത്തരായിട്ട് അങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇറങ്ങുന്നവരുടെ കയ്യിൽ ഓരോ പെട്ടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. എൻ്റെ കയ്യിൽ പെട്ടിയും കൂടെ തന്നപ്പോൾ പെട്ടിയും ഫോണും കൂടെ എങ്ങനെ പിടിക്കുമെന്ന് അറിയാതെ ഞാനും കുറച്ച് നേരം വിഷമിച്ചു. അതിനുശേഷം പിന്നെ ഒരു സൈഡിലോട്ട് പെട്ടി ഒതുക്കിക്കൊണ്ട് ഞാൻ വീഡിയോ എടുത്തിട്ട്. അപ്പോൾ കൊച്ചുമാക്കം കിട്ടിയ ഒരു പെട്ടി, അനീസാക്കം കിട്ടിയ ഒരു പെട്ടി. അനീസ എന്ന് പറയുന്നത് എൻ്റെ കൊച്ചുമാടെ മോളാണ് കേട്ടോ, നേരത്തെ കാണിച്ചില്ലേ. അപ്പോൾ അത് കഴിഞ്ഞ് മാമി ഇതാ ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ മാമ പറഞ്ഞു നീ അങ്ങനെ ഒറ്റയ്ക്ക് പോകണ്ട, അമ്മാവിയല്ലേ നീയും കൊണ്ടുപോകും ഒരു പെട്ടിന്ന്. അങ്ങനെ മാമി ആ പെട്ടിയും വാങ്ങിച്ച് ഞങ്ങളുടെ കൂടെ വെച്ച് പിടിച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ പതിയെ ചെന്ന് വീട്ടിലോട്ട് കയറിയിട്ടുണ്ട്. ഇത് ഭയങ്കര ചൂട് കേട്ടോ. ഇവിടെയൊക്കെ ആണെങ്കിൽ കടപ്പുറമൊക്കെ അടുത്തുള്ളതുകൊണ്ട് തന്നെ നല്ല ചൂടുണ്ട്, പക്ഷേ നല്ല കാറ്റും ഉണ്ട്. ടെറസിലോട്ട് കയറിയിരുന്ന നല്ല കാറ്റാണ് കേട്ടോ. അങ്ങനെ നമ്മളെല്ലാവരും വീട്ടിനകത്തോട്ട് കയറിയിട്ടുണ്ട്. വീട്ടിനകത്ത് കയറുന്ന പാടാണ് ഈ കാണുന്നത്. എല്ലാവരും കൂടെ കയറിയതാ അടുക്കളയിലോട്ട് പെട്ടിയൊക്കെ കൊണ്ടുവയ്ക്കാനുള്ള ഓട്ടമാണ് കേട്ടോ. ഇത് മാമിയുടെ അനിയത്തിയുടെ മോളാണ് കേട്ടോ. അവൾ നേരെ ഇവിടെ വന്നാണ് നിന്നത്, അങ്ങ് വീട്ടിൽ വന്നില്ല. ഈ കതക് തുറന്ന് അപ്പുറത്തോട്ട് ഇറങ്ങിയാൽ എൻ്റെ താത്തൂൻ്റെ വീടാണ് കേട്ടോ. അവിടെയാണ് ആദിൽ നിൽക്കുന്നത്. പിന്നെ ആദിൽ ഇങ്ങോട്ട് വരുന്നില്ല എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ ഞാൻ വിളിക്കാനിട്ട് പോയില്ല. അത് ഇവളുടെ നോട്ടം കണ്ടോ. അവൾ വെള്ളം കുടിക്കുന്നത് വരെ ഞാൻ വീഡിയോ എടുക്കുന്നു എന്നും പറഞ്ഞുകൊണ്ട് അവൾക്ക് ദേഷ്യം വന്നിട്ട് വയ്യ. അത് കഴിഞ്ഞ് നമുക്ക് എല്ലാവർക്കും വെള്ളമൊക്കെ തന്നു. നമ്മളതെല്ലാം കുടിച്ചിട്ട് ഒരു സൈഡിലായിട്ട് അങ്ങ് റെസ്റ്റ് ചെയ്ത് ഇരുന്നു കേട്ടോ.
നമ്മുടെ ഉമ്മണിത്തങ്ക അങ്ങനെ പിണങ്ങിയിരിക്കുകയാണ് കേട്ടോ. അവളെ ഇടയിലോട്ട് ഇരുത്തി ഫോട്ടോ എടുക്കാനായിട്ട് ഇരുത്തിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെന്ത് ചെയ്യാനാ? ഇതിൻ്റെ ഇടയിൽ നമ്മൾ കയറി നിരന്നിരുന്ന് പോയില്ലേ, ഇനി ഇവളെ കൂടെ കയറ്റാൻ പാടാണ്. അതുകൊണ്ട് തന്നെ അവളവിടെ ഇരുത്തി. പിന്നെ മാമയാണെങ്കിൽ നമുക്ക് പ്ലേറ്റ്സ് ഒക്കെ കൊണ്ട് തന്നു. അങ്ങനെ നമ്മൾ പ്ലേറ്റെല്ലാം എടുത്ത് വെച്ചപ്പോഴത്തേക്കും ഫസ്റ്റ് പൊറത്തിച്ചക്ക വന്നു കേട്ടോ. പൊറത്തിച്ചക്ക കണ്ടാൽ പിന്നെ നമ്മൾ ആരും ഇടത്തില്ല കേട്ടോ. ഞങ്ങൾക്ക് എല്ലാവർക്കും കുടുംബപരമായി പൊറത്തിച്ചക്ക ഭയങ്കര ഇഷ്ടമുണ്ട്. ഈ കുഞ്ഞി പെണ്ണ് നല്ലവണ്ണം പൊറത്തിച്ചക്ക ഉറിഞ്ചി കുടിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് മാമ ബിരിയാണി വിളമ്പി തരാമെന്ന് പറഞ്ഞുകൊണ്ട് മാമ തന്നെ വന്ന് വിളമ്പി തന്നു കേട്ടോ. മാമക്ക് ഇങ്ങനെ വിളമ്പാനും കൊടുക്കാനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ട് മാമ തന്നെ മുൻകൈ എടുത്ത് വന്ന് നിന്ന് എല്ലാം നമുക്ക് സെർവ് ചെയ്ത് തന്നു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ സലാഡ് വന്നപ്പോഴത്തേക്ക് സലാഡ് എടുത്ത് വെച്ചു, അച്ചാർ വന്നു. അപ്പോൾ എനിക്കുള്ള ചോറ് ഇതുവരെ എത്തിയിട്ടില്ല കേട്ടോ. ബാക്കി എല്ലാവർക്കും ചോറ് എത്തിയിട്ടുണ്ട്. അങ്ങനെ ഞാൻ അവർക്കൊക്കെ കറികൾ വിളമ്പി കൊടുത്തു. പിന്നെ ചിക്കൻ ഫ്രൈ വന്നപ്പോഴത്തേക്കും ചിക്കൻ ഫ്രൈ എടുത്ത് വെച്ചു കേട്ടോ. എടുത്ത് വെച്ച് ചിക്കൻ ഫ്രൈ ഞാൻ കഴിച്ച് നോക്കി. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അടിപൊളി ചിക്കൻ ഫ്രൈ ആയിരുന്നു. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. എനിക്ക് മാത്രമല്ല എൻ്റെ അനിയത്തിക്കും നാത്തൂനിക്കും ഒക്കെ നല്ല ഇഷ്ടപ്പെട്ടെ. അത് കഴിഞ്ഞ് നമ്മളിതൊക്കെ ചോറ് വന്നിട്ടുണ്ട്, പപ്പടം വന്നിട്ടുണ്ട്. അങ്ങനെ പപ്പടവും ചോറും എല്ലാം കൂടെ എടുത്ത് വെച്ച് ഇനി ഒരു പിടി പിടിക്കുക. ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരുന്നാൽ എനിക്കിത് കഴിക്കാനുള്ള ഒരു മനസ്സങ്ങനെ വരും. അങ്ങനെ ഞാൻ ഇനി കഴിച്ചതിന് ശേഷമേ വരുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ കുഞ്ഞു പെണ്ണിന് എന്താ വാരി കൊടുക്കുകയാണ് അവളുടെ ഉമ്മച്ചി. അങ്ങനെ എല്ലാവരും എന്താ കഴിച്ച് തീരാറായിട്ടുണ്ട്. എല്ലാവരും കഴിച്ച് തീരാറായപ്പോൾ ഞാനാണെങ്കിൽ വീഡിയോ ഓഫ് ചെയ്തിട്ട് കഴിക്കാൻ പോകുന്നതേ ഉള്ളൂ കേട്ടോ. എൻ്റെ ചോറ് ഇരിക്കുന്നു. അങ്ങനെ നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കഴിക്കുന്നതിനിടയിൽ നമ്മൾ കാര്യങ്ങളൊക്കെ പറയും. കാരണം ഇനി എന്തെങ്കിലും അവസരങ്ങൾ ഇതുപോലെ വരുമ്പോഴാണല്ലോ നമ്മൾ കാണുന്നത്. അപ്പോൾ അതുവരെയുള്ള കാര്യങ്ങളൊക്കെ വിശേഷങ്ങളും ഒക്കെ ചർച്ച ചെയ്യണ്ടേ പരസ്പരം. അങ്ങനെ അതെല്ലാം ഫിനിഷ് ചെയ്തിട്ടുണ്ട്. എനിക്കിതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ചിക്കൻ ഫ്രൈ. ഇവിടെ ഒരു ഹോം മെയ്ഡ് അച്ചാറുണ്ടായിരുന്നു കേട്ടോ. അതായത് ഈന്തപ്പഴ അച്ചാർ സൂപ്പറായിരുന്നേ. അത് നല്ല എനിക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ കൈകളെല്ലാം കഴുകിക്കൊണ്ട് നേരെ മുകളിലോട്ട് വെച്ച് പിടിച്ചിട്ടുണ്ട്. കാറ്റ് കൊള്ളാനായിട്ട്. നല്ല അവിടുത്തെ ബാൽക്കണിയിലിരുന്നാൽ നല്ല കാറ്റാണ് കേട്ടോ. ഇരിക്കുന്നതും അറിയില്ല, ഉറങ്ങുന്നതും അറിയത്തില്ല. അങ്ങനെ കുറേ നേരം നമ്മൾ വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു കേട്ടോ. പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴത്തേക്കും ചായ കുടിക്കാനായിട്ട് അവർ വിളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ചായ കുടിക്കുമ്പോഴേ അപ്പം മിച്ചറും കേക്കും ആലുവയും ചിപ്സും ഒക്കെ ആയിട്ട് നല്ല അടിപൊളി ഒരു ചായ കുടിയായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ ആലുവയും ചിപ്സും ഒക്കെയാണ് കഴിച്ചത് കേട്ടോ. ഞാൻ മിച്ചർ ഒരു സ്പൂൺ എടുത്തതേ ഉള്ളൂ. പിന്നെ കേക്ക് ഞാൻ തൊട്ടിട്ടേ ഇല്ല. എനിക്ക് കേക്കിനോട് ഒരു താല്പര്യമില്ല കേട്ടോ. അങ്ങനെ എല്ലാവരും എന്താ ചായയൊക്കെ കുടിക്കുന്നുണ്ട്. ഞാൻ ചായ കുടിക്കാത്തത് കൊണ്ട് തന്നെ ചായ കുടിച്ചില്ല. ബാക്കിയെല്ലാം വാങ്ങിച്ച് കഴിച്ചിട്ടുണ്ട്. കഴിക്കുന്നതിനിടയിലാണെങ്കിൽ അമ്മുക്കുട്ടി അപ്പോഴപ്പോഴായിട്ട് ഓരോ കുലുക്ക് കുലുക്കുന്നുണ്ട്. അതിനോടൊപ്പം ക്യാമറയും ഞാനും കൂടെ കുലുങ്ങുന്നുണ്ട് കേട്ടോ. അങ്ങനെ കൈയെല്ലാം കഴുകി നമ്മൾ പിന്നെയും ഇറങ്ങി ബസ്സിലോട്ട് കയറിയിട്ടുണ്ട്. പിന്നെ ബസ്സെല്ലാം അവിടെ നിന്ന് എടുത്ത് നമ്മളത് ആ വീട്ടിലോട്ട് തിരിച്ച് വെച്ച് പിടിച്ചിട്ടുണ്ട്. ഓരോരുത്തർ വരുന്ന വഴിക്ക് അവരവരുടെ സ്ഥലങ്ങൾ എത്തുമ്പോൾ അങ്ങോട്ട് ചാടി ഇറങ്ങിക്കൊണ്ടിരുന്നു കേട്ടോ. നമ്മൾ മാത്രം ഇങ്ങ് എത്താനുള്ളത് കൊണ്ട് തന്നെ മാമയുടെ വീട്ടിലോട്ട് നേരെ വന്നു. പിന്നെ മാമയുടെ വീട്ടിനകത്ത് വന്നപ്പോഴത്തേക്കും കാവൽക്കാരി പൂച്ച അവിടെ തന്നെ കിടപ്പുണ്ടായിരുന്നു. പിന്നെ വീട്ടിലോട്ട് കയറി കുറച്ച് നേരം ഫാനിൻ്റെ കാറ്റൊക്കെ കൊണ്ട് അങ്ങനെ ഇരുന്നതിന് ശേഷം മാമ തന്നെ നമ്മളെ മാമയുടെ വണ്ടിയിൽ വീട്ടിലോട്ട് കൊണ്ടുവന്നാക്കി കേട്ടോ. മാമ എപ്പോൾ വന്നാലും നമ്മൾ അങ്ങനെ കൊണ്ടാക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് നടക്കേണ്ടി വന്നിട്ടില്ല. അപ്പോൾ ഇന്ന് ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.